ഇതാരും സ്കിപ്പ് ചെയ്ത് പോവല്ലേ. ഒരു അർജന്റ് കാര്യമാണ്, അതായത് സ്റ്റഡി അബ്രോഡിന് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതായത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണാം. ഓക്കെ, ഒരു ഇൻഫ്ലുവൻസറിന്റെ സൈഡിൽ നിന്നുണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയാം. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. അത് ഇന്നലെ രാത്രി ഏകദേശം ഒരു 8:15 ആ ടൈമിൽ എന്നിട്ട് ആ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ കണ്ടു. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അത്യാവശ്യം നല്ല കോണ്ടന്റ് ഒക്കെ ഇടുന്ന ഒരാളാണ്. ഞാൻ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു ചെറിയൊരു ഏജ് ഉള്ള കൊച്ചിനെ, എനിക്ക് ആ കൊച്ചിന്റെ ഇത് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ആ കൊച്ചിന് കോണ്ടന്റ് ഒക്കെയാണ്. അതായത് ഒരു സിസ്റ്ററിന്റെ ഒരു ലവ് ആണ്, സിസ്റ്റേഴ്സ് ലവ് ആണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ലാസ്റ്റ് ഭാഗം അത് പോകുമ്പോൾ അതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്. അതായത് ഒരു ഏജൻസിന്റെ പ്രൊമോട്ട് വീഡിയോ ആണ്. ആ കുട്ടി പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് ചെയ്തിരുന്നിരിക്കാം, പെയ്ഡ് പ്രൊമോഷൻ എന്തോ വാട്ടെവർ ഇറ്റ് ഈസ്. എന്തായാലും ഞാൻ ചോദിക്കുന്ന അതല്ല, ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് അതിട്ട് എന്നാ പിന്നെ നിങ്ങൾക്ക് കമന്റ്സ്, അതായത് ഈ കമന്റ്സ് വരുന്നത് ഓഫ് ചെയ്ത് വെച്ചൂടെ? അതിന്റെ താഴെ പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുണ്ടോ? നിങ്ങളുടെ കണ്ടന്റിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ആ ഏജൻസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അവർ പ്രൊമോഷൻ ചെയ്തുകൊണ്ട്, പെയ്ഡ് പ്രൊമോഷൻ എന്തായിക്കോട്ടെ, അതിന്റെ ഇത് ഞാൻ പറയാൻ വരുമ്പോൾ ആ കമന്റ് അവിടെ കാണാനില്ല, എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ആൾക്ക് മനസ്സിലായി കാണും, കാരണം എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചോണ്ട് ഈ വീഡിയോ ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. അതായത് UK നഴ്സിംഗ് ആണ്, BSc നഴ്സിംഗിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ താഴെ ഒരു മാന്യമായ ഒരു കമന്റ് ഇട്ടു. അതായത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ, ഏജൻസിയെ കുറിച്ച് ചെയ്യുമ്പോൾ, ആ ഏജൻസിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അറിയാം? ഇപ്പൊ ഇഷ്ടം പോലെ സ്കാം ആണ്, അത് അറിയാലോ. ഏജൻസിയുടെ ഏത് ഏജൻസി വിശ്വസിച്ചെടുക്കണം എന്നൊരു സ്റ്റുഡന്റിന് പോലും അറിയില്ല. ഓക്കെ, അപ്പൊ ചോദിക്കും നിങ്ങൾ ഞാൻ ആരാണ് ഇതൊക്കെ പറയാന്ന്? അറ്റ്ലീസ്റ്റ് എന്റെ പേജ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാനൊരു അക്കാഡമിക് സ്റ്റുഡന്റ് കൗൺസിലർ ആണ്, അതായത് സ്റ്റുഡന്റ് അഡ്വൈസർ. ഓക്കെ, ഈ അക്കാഡമിക് സ്റ്റുഡന്റ് കൗൺസിലായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ മോർ ദാൻ 5 years ആയി. ഓക്കെ, ഒരു 6 വർഷത്തിന് മേലെ, മോർ ദാൻ 5 years മേലെ, ഏകദേശം ഒരു 7-8 years ആയി. പക്ഷെ എനിക്ക്, അതായത് ഇപ്പം ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനാണ്, എന്റെ പേര് സജന, ഒരു അക്കാഡമിക് സ്റ്റുഡന്റ് അഡ്വൈസർ ആണ്. അപ്പോൾ എനിക്ക് ഈ വർഷങ്ങൾ എത്രയിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ആരോടായിട്ടാ? സ്റ്റുഡൻസ് ആയിട്ടാണ്. സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ് ആയിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്നോട്, അതായത് നമ്മളോട് കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ കുട്ടിയുടെ കൺസേൺസ് ആണ് ആദ്യം ചോദിക്കുക. ആ കുട്ടിക്ക് എന്താണ് വേണ്ടത്, ആ കുട്ടിയുടെ എന്താണ് പറയാനുള്ളത്, നീഡ് എന്താണ്, അതൊക്കെയാണ് ഞാൻ ചോദിക്കുക. അല്ലാണ്ട് ഒരു പ്രൊഡക്റ്റ് അല്ല ഞാൻ ആദ്യം പറയാം. അപ്പൊ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മൾ പിന്നെ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസിന്റെ ആ സൈഡും കൂടി നമ്മൾ ആലോചിക്കണം. മനസ്സിലായോ? അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല പോലെ അറിയാം കുട്ടികളെ എങ്ങനെയാണെന്നൊക്കെ എല്ലാം പറയാം. റാപ്പോ ബിൽഡ് ചെയ്യുമ്പോൾ ആ കുട്ടികളെല്ലാം പറയും. അതിന്റെ റിലേറ്റഡ് ആണ് എനിക്ക് ഈ ഒരു കിട്ടിയത്. അതായത് കുട്ടിയുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷം, 1 ലക്ഷം, 2 ലക്ഷം, 16 ലക്ഷം വരെ പോയ സ്റ്റുഡൻസ് ഉണ്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന്. ഫീസ് കിട്ടാണ്ട്, അതായത് റീഫണ്ട് പോലും കിട്ടാണ്ട് നിൽക്കുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നറിയോ? അപ്പൊ ഞാൻ ഈ വീഡിയോ ലെങ്തി ആവും. അതിപ്പം എല്ലാം നോക്കണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ നോക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചായിട്ട് എന്റെ ഈ ഇൻസ്റ്റാ പേജിൽ തന്നെ ഞാൻ ഇടാം. അതായത് ഇപ്പൊ നിങ്ങൾ പ്രൊമോഷൻ വീഡിയോ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഒന്നുകിൽ അതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അത് ലാസ്റ്റ് വെക്കാം. അത് മനസ്സിലാവും, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി പ്രൊമോഷൻ വീഡിയോ വരുന്നതൊക്കെ. പക്ഷെ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് കമന്റ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഞാനൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമല്ല ഒരു വരിക കമന്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഏജൻസിനെ ത്രൂ ഇതൊക്കെ എന്തായിക്കോട്ടെ. ഇപ്പം ചിലവരൊക്കെ ഈ പറയുന്ന കോസ്മെറ്റിക്സിന്റെ, ഈ പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഫേസ് ക്രീം, എല്ലാവരും റിവ്യൂ ചെയ്യുന്നത് മുഖത്ത് തേച്ചിട്ട് അനുഭവം കൊണ്ടാണോ? അല്ല. അതിനെതിരെ പ്രതികരിക്കുന്ന എത്ര എനിക്കെന്നെ അറിയാം. ഒരാളുണ്ട്, അവര് എന്ത് മാന്യമായിട്ടാണ് എല്ലാവരും അവര് എന്താ പറഞ്ഞാണ് ചെയ്യുന്നത്. അതായത് ഓരോ ഇൻഫ്ലുവൻസറുടെ പേര് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനത്തെ വീഡിയോസ് ആണ് അവരുടെ ഇതിലുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് കമന്റ് മാത്രം വരുമെന്നില്ല, അതെടുത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കുന്നേ. അപ്പൊ ഈ പറയുന്ന ആരും കമന്റ് ഇടാൻ വരില്ല. മനസ്സിലായോ? ഈ ഏജൻസി ഇപ്പൊ ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഏജൻസിക്ക് അവയർനെസ് കൊടുക്കുന്നത് എന്താ? നിങ്ങൾക്കത് പറ്റണില്ല ഇതൊന്നും. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഞാൻ പറയില്ല, എല്ലാ ഇൻഫ്ലുവൻസറും അങ്ങനെയല്ല. നല്ലപോലെ മര്യാദയ്ക്ക് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ എത്രയുണ്ട്? നല്ലപോലെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്. ഈ പറയണ എന്തായിക്കോട്ടെ, കോസ്മെറ്റിക്കിന്റേതായിക്കോട്ടെ, അവർ നല്ലപോലെ ചെയ്യുന്നവരുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. ഈ പറയണ എന്താണ് ഫേക്ക്, എല്ലാം ഫേക്ക് പ്രൊമോഷൻ പോകുന്നത്. എനിക്ക് അതൊക്കെ ചോദിക്കാനുള്ളത്. അപ്പൊ എനിക്ക് അറിയാം ഈ സ്റ്റഡി അബ്രോഡിന്റെ ഒരു ഏജൻസിയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. നമ്മൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ചാനൽ തന്നെ തുടങ്ങാൻ കാരണം. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട്? നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഒരു ഏജൻസിന് കീഴിൽ ഇപ്പൊ എന്താ അറിയോ? നിങ്ങൾ ആ ഒരു ഇത് കിട്ടി, അത് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ പോയി, അല്ലെ? എല്ലാവരും പറയുന്നില്ല. ഇതിനെതിരെ തന്നെ പ്രതികരിക്കുന്ന ഈ അബ്രോഡുള്ള അതായത് സ്കാം ചെയ്യുന്നവരെ കുറിച്ചിട്ട് എക്സ്പോസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെ ആദ്യം ഏജൻസിനെ കുറ്റം പറഞ്ഞ് ഇപ്പം
എന്ത് ചെയ്യുന്നത്, ഇപ്പം അവരുടെ പ്രൊമോട്ട് അവരുടെ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, അവരുടെ പ്രൊമോഷൻ വെച്ച് അവരുടെ പെയ്ഡ് പ്രൊമോഷൻ. ഇതൊക്കെ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കാം. എനിക്ക് ഇത് ഞാൻ വീഡിയോ ചെയ്ത് ലെങ്തി ആയി പോകും. എനിക്ക് ഒന്നാമത് ഇപ്പം യൂട്യൂബിൽ ഇട്ടാലും ആരും കാണാനൊന്നും പോകുന്നില്ല. കാണിച്ചാൽ നമുക്കൊക്കെ ആകെ ഇത്രയേ ഉള്ളൂ. അറിയാലോ, വ്യൂസ് ഒക്കെ കിട്ടുന്ന കുറവാണ്. ഇത് എത്രത്തോളം ആൾക്കാർ എത്തുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ചിലവര് അവരുടെയൊക്കെ 3 ലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത്. അപ്പൊ എത്ര വ്യൂസ് പോകുന്നുണ്ട് അവരൊക്കെ. അപ്പൊ ഇപ്പോഴും ഈ സ്കാം എന്തുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്ന, എന്തുകൊണ്ട് സ്കാം വർഷങ്ങളായി ഉണ്ട് നടക്കുന്നത്. എനിക്കൊന്നും ഞാൻ എനിക്കറിയാം, ഞാനൊന്നും പറയാണ്ടാണ്ടിരുന്നാല് ഇത് പോയുള്ളൂ. എനിക്കറിയാം, ഒരു 10 പേരെങ്കിൽ 10 പേര്, ഒരു 5 പേരെങ്കിൽ 5 പേര് ഇത് കണ്ട് പിന്തിരിഞ്ഞെങ്കിൽ നല്ലതാണത്. മനസ്സിലായോ? പിന്നെ ഈ 3-4 ലക്ഷം പേര് ഫോളോവേഴ്സ് ഉള്ളവര് മില്യൺ വ്യൂസ് എത്ര പോകുന്നുണ്ട്, മില്യൺ പോലെ പോകുന്നുണ്ട്. ഇത്ര ലക്ഷം പേര് കാണുന്നുണ്ട്, മില്യൺ അല്ലെങ്കിൽ മില്യൺ വരെ പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റോങ് ഇൻഫർമേഷൻസ് അല്ലേ പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം, അതായത് എല്ലാ ഏജൻസിനും ഞാൻ പറയില്ല, എല്ലാ ഇൻഫ്ലുവൻസും ഞാൻ പറയില്ല, നല്ലവരുണ്ട് ഇതില്. അപ്പൊ എനിക്ക് സ്റ്റുഡൻസിനോടും പാരന്റ്സിനോടും ആയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസർ അവർ എന്താണ് കോണ്ടന്റ് ഇടുന്നത്, ആ കോണ്ടന്റ് റിലേറ്റഡ് അവർ പറയാണ്, ഓക്കെ, അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ. ഇപ്പം എല്ലാവരും പറയണ സ്റ്റഡി അബ്രോഡിന്റെ ഇത് വരുമ്പോഴും ഈ അക്കാഡമിക് കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും മാന്യമായി ശ്രദ്ധിക്കേണ്ട. ഇങ്ങനെ ശരിയാണ്, ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്രത്തോളം അത് റോങ് ആയിട്ട് പോകും, എത്രത്തോളം അത് ജെന്യൂൻ ആയിട്ട് പോകും എന്നൊക്കെ നോക്കാം. പിന്നെ ഈ ഏജൻസിക്കാർ എന്ന് പറയുന്നത് പലവരുണ്ട്. ഞാൻ പറയട്ടെ, പറയാനും ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എനിക്ക് പറയണം. ഞാനിത് പറയാൻ ഈ ഒരു പേജ് തുടങ്ങാൻ കാരണം തന്നെ എന്റെ കൺമുമ്പിൽ വരുന്ന കുട്ടികളുടെ ലക്ഷക്കണക്ക്. അതായത് ഞാൻ പറയാം, ഞാനൊരു കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി നമുക്ക് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നത് കമ്പനി ഫോൺ അല്ല, കമ്പനിയാണ്. അപ്പൊ നമുക്ക് കുട്ടിയോട് സംസാരിച്ച ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് പ്രൂഫ് നിരത്തി തരാൻ എന്റെ കയ്യിലില്ല. കാരണം എന്തുകൊണ്ട്, ഞാൻ കമ്പനി ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ പറയണം, നമുക്ക് അവിടെ കഴിഞ്ഞു. മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ അനുഭവങ്ങൾ, അപ്പൊ നമുക്ക് അവിടെ എന്ത് കുറയും, ഇൻസെന്റീവ് കുറയും, നമുക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ വായിന്ന് കേൾക്കണം. അപ്പൊ ഈ പറയുന്ന ഇത് സ്റ്റുഡൻസ് പോകുമ്പോൾ നമ്മൾ എന്താ, കുട്ടികളെ മാന്യമായ രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ വേണം. അതായത് കുട്ടികൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അപ്രോച്ച് എടുപ്പിക്കുള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. മനസ്സിലായോ? അപ്പോ ഞാൻ പറയുന്നത്, എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ഓഫ് ചെയ്ത് വെക്കാം. ഒന്നെങ്കിൽ ഞാൻ ഇനിയും ഞാൻ പറയും, ഈ പറയുന്ന നല്ല വീഡിയോസ് ആണെങ്കിൽ നല്ലപോലെ നമ്മൾ ലൈക്ക് ഇടാറുണ്ട്, നല്ലപോലെ കമന്റ് ഇടാറുണ്ട്. ഞാനും കമന്റ് നല്ലപോലെ തന്നെ ഇട്ടത്. അത് എന്തുകൊണ്ട് ഇത്രക്ക് പേടിച്ച് പോയിട്ട് ആ ഒരു എന്നെ ബ്ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ പറയാം, ആ കമന്റ് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല. അപ്പൊ എനിക്ക് സ്റ്റുഡൻസിനോട് പാരന്റ്സിനോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ ഈ പറയണം ഇപ്പോഴും ലക്ഷങ്ങൾ പോകുന്ന സ്റ്റുഡൻസ് പാരന്റ്സ് ഉണ്ട്. പോയി കഴിഞ്ഞിട്ട് തെറി പറഞ്ഞിട്ടുണ്ട് കാര്യം, പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ കാത്തുനിന്നിരുന്ന കാര്യം, പോയി കഴിഞ്ഞിട്ട് ആ ഏജൻസി മോശമാണെന്ന് പറഞ്ഞത് കാര്യം. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു സംഭവം നിങ്ങൾ പോയി പെടാണ്ട്. ഇപ്പൊ എനിക്ക് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായി മീൻസ് കുറച്ച് മാസങ്ങളായി ഞാൻ ഈ പറയണം ഇൻഫ്ലുവൻസിന്റെ കീഴിൽ ഈ ഒരു ഏജൻസീസിന്റെ ആഡ് പോകുന്നുണ്ട്. അതായത് ഇവരുടെ ഇവര് പറയാണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാണ് അവര്. അപ്പൊ നമ്മളത് പ്രൊമോഷൻ ഒന്നും പറയാൻ പാടില്ല, അവരുടെ കോണ്ടന്റ് ആണത്. മനസ്സിലായോ? ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എനിക്കിത് ഈ പറയുമ്പോൾ ഇവർ എത്രത്തോളം ആൾക്കാർ കാണുന്നു, എത്രത്തോളം ആര് എന്താ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിനൊന്നുമല്ല, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സ്റ്റഡി അബ്രോഡ് നിങ്ങൾ ഇപ്പൊ കൗൺസിലിംഗ് ആണ് എന്റേത്. അപ്പൊ നിങ്ങൾ ഇപ്പം നാട്ടിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ, നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ പോകുന്ന ഒരു ഏജൻസി സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ അതിന് ആൻസർ തരും. എന്റെ പേജിനെ കൊണ്ട് ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ഒക്കെ ഈ പറയണം എനിക്ക് DM ചെയ്യാറുണ്ട്, ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത്, നാട്ടിലായെങ്കിൽ കുട്ടികൾ പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒന്നും അറിയാത്തവർ പോയി പെടല്ലേ, പോയി പെടല്ലേ. ഈ പറയുന്ന ഇൻഫ്ലുവൻസർ ആരും ഉണ്ടാവില്ല, നിങ്ങളെ പൈസയാണ്. ഒന്നാമത്തെ കാര്യം, സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന്, അതായത് ഈ ചില കുട്ടികൾ പറയുന്ന കേൾക്കാം, എനിക്ക് ഞാൻ 2 മാസമുള്ളിൽ കയറി പോകാൻ വന്നു, 2 മാസം എന്നെ കയറ്റി അയക്കും, ഏത് ഏജൻസിക്കാരൊക്കെ പറയുന്നതൊക്കെ. എവിടെ എങ്ങനെ അറ്റ്ലീസ്റ്റ് UK ഒരു എടുത്താൽ പോലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടുന്ന് കയറി പോവാൻ. അപ്പൊ യൂറോപ്പിനെ സംബന്ധിച്ചോളം ചിലതൊക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം 1.5 വർഷമൊക്കെ DRP ഒക്കെ കിട്ടണമെങ്കിൽ 1.5 വർഷത്തേക്ക് എടുക്കും. മനസ്സിലായി? നിങ്ങൾക്ക് പെടലിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാൻ വന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങളിപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്റെ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഇനിയും ഇങ്ങനത്തെ, അതായത് കുറച്ചും കൂടി നല്ലതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇപ്പൊ എത്രത്തോളം നല്ലതായി പോകുന്ന എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അപാകതയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നല്ലതാക്കാൻ നോക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക. പോയിട്ട് പെടല്ലേ. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല എല്ലാ ഇൻഫ്ലുവൻസും പറയും. നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതേപോലെ എല്ലാ ഏജൻസിയും ഫ്രോഡല്ല, നല്ല ഏജൻസീസും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളത് കരുതി വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നല്ല ഏജൻസി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ. ഇപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഇപ്പം ഏജൻസിക്കാരോട് നിങ്ങൾ എന്താ പറയേണ്ടത്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? ഓക്കെ, എന്നാൽ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്നേ വിചാരിച്ചതല്ല. ഓക്കെ, താങ്ക് യു ഗൈസ്.